ശ്രുതി, ഈ DP വേൾഡ് കൊച്ചിൻ്റെ, അതായത് ഈ ഗോശ്രീ പാലത്തിന്റെ 3ാമത്തെ പാലത്തിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. പോലീസ് അപ്പോഴും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഈ ചാക്യാത്ത് ജംഗ്ഷനിൽ തന്നെയാണ്, ഈ ഭാഗത്ത് തന്നെയാണ് കുട്ടിയുടെ അവസാനത്തെ CCTV ദൃശ്യം ലഭിച്ചത്. അതിനാൽ തന്നെ ഈ ഭാഗത്ത് കുട്ടി ഉണ്ടെന്ന് തന്നെയായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. ഈ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്താണ് പറയാനുള്ളത്? കുട്ടിയെ നിങ്ങളാണോ കണ്ടത്? ഞാനാണ് കുട്ടിയെ കണ്ടത്. ഞാനിവിടെ പാലിറങ്ങുന്നപ്പോൾ കുട്ടി സൈക്കിളിട്ടിരുന്ന് കണ്ടത് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ കുട്ടിയെ തടുത്തിരുത്തി മോളെ എവിടെ പഠിക്കുന്നു ചോദിച്ചു. അപ്പോൾ നമുക്കൊരു സ്കൂളിൽ പഠിക്കുമെന്ന് പറഞ്ഞു. ഇദ്ദേഹമാണ് കുട്ടിയെ ആദ്യമായിട്ട് കണ്ടത്, അതായത് ഈ ഭാഗത്ത് കണ്ടത്. എന്തായിരുന്നു സംഭവിച്ച ആ സമയത്ത്? കുട്ടീനെ എന്നോട് പഠിച്ചു നിർത്തി. അപ്പോൾ കുട്ടി പറഞ്ഞു എവിടെ പോയി വെച്ചപ്പോൾ ആരമ്പലത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെ പഠിക്കണമെന്ന് വെച്ചപ്പോൾ നമുക്കറിയാണെന്ന് പറഞ്ഞു. പിന്നെ പിടിച്ചു നിർത്തി, വർത്താനൊക്കെ പറഞ്ഞ് കുട്ടീനെ ഇരുത്തി സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്തു. എത്ര മണിയോടെയായിരുന്നു കുട്ടിയെ അവിടെ കണ്ടത്? ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പാണ് കുട്ടിയെ കണ്ടത്. അതെ, ആകെ പേടിച്ച് നിങ്ങളോട് പേടിച്ച് ഡെസ്പായിട്ടിരിക്കണേന്ന്. സ്കൂളിൽ എന്ത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. കുട്ടി മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞത്. പേരെന്താണ്? എന്റെ പേര് ജോർജ് ജോയി എന്നാണ്. ജോർജ് ജോയി ആണ് കുട്ടിയെ. ഞാൻ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടി സൈക്കിളോട്ട് ഒറ്റയ്ക്ക് വരുന്നു. അപ്പോൾ ഒരു ഡൗട്ട് എനിക്ക് തോന്നി. വിഷ്വൽസ് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ കുട്ടിയെ മിസ്സിംഗ് ആണെന്നുള്ള. അപ്പോൾ ഒന്ന് ആ ഡൗട്ട് വെച്ച് ഞാൻ തിരിച്ചിങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്ന് വണ്ടി നിർത്തി കുട്ടിയോട് ചോദിച്ചു എവിടെയാണ് പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിയുടെ ഇളമക്കരയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തി സംസാരിച്ച് നിർത്തി സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് അവർ വന്നു കറക്റ്റായിട്ട്. കുട്ടി ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് തോന്നിയത്? അതായത് ഈ പാലത്തിന്റെ മുകളിലാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിയിട്ടാണ് അവിടെ പരിശോധിച്ചത്? ഇല്ല, കുട്ടിയാകെ ഡെസ്പായിട്ട് നിൽക്കണമെന്ന് തോന്നി. മാനസികമായിട്ട് കുട്ടിക്ക് എന്തോ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കണേന്ന്. ഞാൻ പിടിച്ചെടുത്തിയപ്പോഴത്തേക്ക് വണ്ടിൻ്റെ വർത്താനൊക്കെ പറഞ്ഞ് തണുപ്പിച്ചെടുത്ത് നിർത്തി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഇൻഫോം ചെയ്തു. ഈ വാർത്തകൾ കണ്ടിട്ടാണ് ഈ കാര്യം അറിഞ്ഞത്? അതെ, വാർത്തകൾ കണ്ടിട്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു ഒരു കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഞാൻ എറണാകുളത്ത് തിരിച്ചു കൊണ്ട് വണ്ടി അടിക്കാൻ ഡൗട്ട് വെച്ച് കറക്റ്റ് ചെയ്ത് ആ കുട്ടിയാണെന്ന് എനിക്ക് ഏകദേശം ഒരു അപ്പം തന്നെ കത്തി. മനസ്സിലായത് വീട്ടിലേക്ക് പോകുന്ന വഴി ഈ കുട്ടി ഇവിടെ കണ്ടിരുന്നു അല്ലേ? അതായത് ഞാൻ റൈറ്റ് തിരിയിലും ഈ കുട്ടി അവിടെ നിന്ന് സൈക്കിളിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ കുട്ടിയെ എനിക്ക് പെട്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ ക്യാച്ചിങ് ആയി. അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചൊരു കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങനെ ഒരു കണക്കൂട്ടിൽ ഞാൻ കുട്ടിയെ പിടിച്ച് നിർത്തിയാണ് ഇവിടെ. യൂണിഫോമിട്ട് ഈ മാധ്യമങ്ങളിൽ കണ്ട ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കുട്ടിയാണ് തന്നെ ഉറപ്പിക്കാൻ കാരണം അല്ലേ? അതെ, ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ചോദിച്ചു. കുട്ടി പറഞ്ഞു ഇളമക്കൽ സ്കൂളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പിടിച്ച് നിർത്തി. കുട്ടി പറഞ്ഞത് കുട്ടിയുടെ അമ്മയുടെ ഇവിടെ നിന്ന് ആര്യമ്പലത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തോ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് മാനസിക വിഷമം ഉണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി ഇടപെട്ടതും വലിയ കാര്യം തന്നെയാണ്. നമുക്കപ്പം ഇപ്പോൾ സെൻട്രൽ ACP ജയകുമാർ ഉണ്ട്. സാർ,